വെള്ളം അതിനകത്ത് വെള്ളം വന്ന് ചാടിയിട്ട് അത് കുടിക്കാൻ കഴിയില്ല. തോട്ടിൽ കുത്തി കറങ്ങി മൊത്തം വെള്ളം അല്ലേ? മൊത്തം വെള്ളമായി. പൈപ്പെല്ലാം കൊണ്ടുപോയി. കുറെ ആന പൊട്ടിച്ച് ചാടി, കുറെ ഒഴുകിപ്പോയി. അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു വളവഴപ്പൻ പാമ്പ് അമ്പ കടിച്ച. തേകുന്ന പരിപാടി എല്ലാ പണിയും കഴിഞ്ഞിട്ട് ചെയ്താൽ മതി അല്ലേ? പറമ്പിൽ ഞാൻ ഇത് വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പൊ പൈപ്പ് അങ്ങ് കുഴിയിൽ ആദ്യം ഇട്ട കുഴിയിലിട്ടുണ്ട്. ആന അത് അതിലേ ഇന്നലെ വൈകിട്ട് രാത്രി അതിലേ അങ്ങ് പോയി അനീഷിന്റെ ഭാഗത്തേക്ക്. ആന എല്ലാം പൈപ്പെല്ലാം വലിച്ചിട്ട് അപ്പുറത്തെ സൈഡിന്. പക്ഷേ ആ ഭാഗത്തൊക്കെ വെട്ടുകല്ലായതുകൊണ്ട് നമുക്ക് അത്രയും താത്തേണ്ട ആവശ്യമില്ല. ഈ ഭാഗത്ത് പക്ഷേ മണ്ണിന് വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും താത്തിയത്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ആർളം ഫാമിലാണ്. നമ്മുടെ രമേശൻ്റെ കിണർ പണി തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. കിണർ പണിയുടെ ലാസ്റ്റത്തെ സീനുകളൊക്കെ നിങ്ങൾ കണ്ടതാണ്. അവർക്ക് സോളാറിൻ്റെ കറണ്ട് കിട്ടുന്നതും അതുപോലെ തന്നെ കിണറിൽ വെള്ളം ഒരു പകുതിയോളം നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയൊക്കെ നിങ്ങൾ കണ്ടതാണ്. അപ്പോഴും നമ്മൾ കിണർ കെട്ടുന്നതിൻ്റെ ഒരു സാങ്കേതിക പ്രശ്നവും കാര്യങ്ങളൊക്കെ കാരണം നമുക്ക് ഇച്ചിരി ഡിലേ ആയിപ്പോയി. ഏതായാലും കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മളിപ്പോൾ കിണർ പണിയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് പണി നടക്കുകയാണ്. നമുക്ക് ഒരു ലോഡ് വെട്ടുകല്ലും കൂടെ നമ്മളിപ്പോൾ ഇറക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വണ്ടി കുടുങ്ങി അതേ സ്ഥലത്ത് തന്നെ ഈ പ്രാവശ്യം ലോറി കുടുങ്ങിപ്പോയി. നമ്മൾ കല്ലൊക്കെ ഇട്ട് കൊടുത്തിരുന്നു, പക്ഷേ അവിടെയും വീണ്ടും കുടുങ്ങിപ്പോയി. അത് വീണ്ടും നമ്മൾ ചുമന്നിങ്ങോട്ട് കയറ്റേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഏതായാലും വർക്ക് ഇപ്പോൾ ഇന്നിപ്പോൾ 3ാമത്തെ ദിവസമാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ വീണ്ടും പരിപാടികളൊക്കെ തകൃതിയായിട്ട് തന്നെ നടക്കുകയാണ്. ആദ്യം നമ്മൾ ചെയ്യുന്നത് ചുറ്റും, അതായത് ചുറ്റും കെട്ടാനുള്ളതിൻ്റെ ആ ഒരു സ്പേസിലെ ഇളകി കിടക്കുന്ന കുറച്ച് മണ്ണുണ്ട്. അതായത് വെട്ടുകല്ല്, നിങ്ങൾക്കറിയാം കിണറിൻ്റെ ഉള്ളിൽ വെട്ടുകല്ല് കണ്ടിട്ടുണ്ടാവും. ആ വെട്ടുകല്ല് കണ്ട ആ പ്രദേശത്തെ ആ ഒരു ലെവൽ വരെ നമ്മളൊന്ന് മണ്ണ് താത്തുവാണ്. എന്നിട്ട് അവിടെ നിന്ന് കെട്ടി കയറ്റാനായിട്ടുള്ളൊരു പരിപാടിയാണ്. എല്ലാ സൈഡല്ല, ഒരു സൈഡ് വെട്ടുകല്ല് ഒരു സൈഡിലുണ്ട്. അപ്പോൾ അങ്ങനെ അത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാവും. ഏതായാലും അങ്ങനെ നമ്മൾ അതുമാത്രമല്ല, അടുത്ത ദിവസം നമ്മൾ ജനറേറ്ററും മോട്ടറും ഒക്കെ കൊണ്ടുവന്ന് വെള്ളം വറ്റിച്ച് നമ്മൾ അതിൻ്റെ ചുവട് ഭാഗം കെട്ടാനായിട്ട് പോവുകയാണ്. ഒരിടയ്ക്ക് നമ്മൾ ചുവട് കെട്ടുന്നില്ല, മുകൾവശം മാത്രം, ആൾമറ മാത്രം ചെയ്താൽ മതി എന്നുള്ള രീതിയിലൊക്കെ തീരുമാനമായി. കാരണം മഴക്കാലമല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ. പക്ഷേ കിണർ കെട്ടുന്ന ആളുകൾക്ക് നല്ല കോൺഫിഡൻസ്. അവർ നമ്മളടുത്ത് പറഞ്ഞു അത് കുഴപ്പമില്ല, നമുക്ക് ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല, നമ്മൾ ചെയ്യാം, ഒരു പ്രശ്നവും പേടിക്കേണ്ട, നമുക്ക് ചെയ്യാം എന്ന് അവരുടെ വാക്ക് വിശ്വസിച്ച് നമ്മൾ ഇന്ന് ഏതായാലും ആ ഒരു പണിയിലേക്ക് കടക്കുകയാണ്. നാളെയാണ് അതിൻ്റെ വർക്ക് നടക്കുക. നമ്മൾ ഏതായാലും ഇന്നിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്നൊക്കെ ഒന്ന് പോയി കാണാം. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾ ഒരു 2-3-4 ദിവസത്തെ അടുപ്പിച്ചുള്ള സംഗതികളായിരിക്കും കാണുന്നത്. ഇതൊരു ദിവസത്തെ കാഴ്ചകളായിരിക്കില്ല. കാരണം എല്ലാ ദിവസവും ഇത്രയും ഫാസ്റ്റായിട്ടൊന്നും കിണർ പണി നടക്കില്ല, നിങ്ങൾക്കറിയാലോ. അപ്പോൾ നമുക്ക് എല്ലാ ഇങ്ങനെ ഓരോ എപ്പിസോഡായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് നമ്മൾ ഇത് ഒരു 3-4 ദിവസത്തെ പരിപാടി ഒരു എപ്പിസോഡായിട്ടായിരിക്കും കാണിക്കുന്നത് കേട്ടോ. നമുക്ക് ഏതായാലും അവിടെ നിന്ന് പോകാം. അങ്ങനെ വെട്ടുകല്ല് ഇവിടെ അടുക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് ആദ്യത്തെ ദിവസ കാഴ്ചയാണ്. ഇവിടെയാണ് രണ്ടാമത്തെ ലോഡ് കല്ല് ഇറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ലോറി കുടുങ്ങിയ കാര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതേ ഏരിയയിൽ തന്നെ ലോറി അന്ന് വന്നപ്പോൾ വീണ്ടും കുടുങ്ങിപ്പോയി കേട്ടോ. ഇതാണ് അവസ്ഥ. എന്നിട്ട് അവസാനം ഇവിടെ തന്നെ കല്ലിറക്കുമായിരുന്നു. അവർ കുറേ ശ്രമിച്ചു, പക്ഷേ ഇവിടുന്ന് മുന്നോട്ട് വണ്ടി നീങ്ങുന്നില്ല. നല്ല വെയിറ്റിൽ ഇത്രയും ലോഡായിട്ട് വരുന്നതല്ലേ. എന്നിട്ട് അവസാനം ഇവിടെ ഇറക്കുകയാണ്. അത് ഇറക്കിയതിന് ശേഷം പോലും ലോറി കയറ്റിക്കൊണ്ട് പോകാൻ പറ്റുന്നില്ലായിരുന്നു. ലോറിയുടെ ടയർ താന്നുപോയി. അവസാനം അവർ ടയറൊക്കെ കെട്ടിയിട്ട് എന്തൊക്കെയോ പരിപാടിയൊക്കെ ചെയ്തതിൻ്റെ അവശിഷ്ടമാണ് ഈ കാണുന്നത്. കയറൊക്കെ കിടക്കുന്നതാണ് ഈ കാണുന്നത്. ഏതായാലും ഇതാണ് കേട്ടോ. 2 ലോഡ് നമുക്ക് ഇരട്ടി പണിയായി ആക്ച്വലി. ഇനിയിപ്പോൾ ഇവിടുന്ന് ചുമന്ന് അങ്ങോട്ട് കൊണ്ടുപോകണം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ അതെ വീണ്ടും അടുത്ത സെറ്റ് വെട്ടുകല്ല് ഇവിടെ അടുക്കി തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് ഏതായാലും അവിടെ കിണർ പണിയുടെ കാഴ്ചകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ബാക്കി അതിൻ്റെ ഇളകി കിടക്കുന്ന മണ്ണ്, അതായത് 2 തരം മണ്ണാണ് ഈ കിണർ കുഴിച്ചപ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റിയത്. അപ്പോൾ പരമാവധി മണ്ണ് കിണറ്റിലേക്ക് പോകാത്ത രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇതാണിപ്പോൾ ഇവിടെ കാണുന്ന ഒരു കാഴ്ച കേട്ടോ. ഇത്രയും ചുറ്റും നമ്മൾ ഇത്രയും മണ്ണങ്ങ് എടുത്തു. കാരണം ഇവിടെ നിന്ന് ഒരു പണിയൊക്കെ ചെയ്യണമെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന്
വെട്ടുകല്ല് പൊക്കി അല്ല കെട്ടി കയറ്റി കൊണ്ടുവരണം കേട്ടോ. അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ. അപ്പുറത്തെ സൈഡിന് പക്ഷേ ആ ഭാഗത്തൊക്കെ വെട്ടുകല്ലായതുകൊണ്ട് നമുക്ക് അത്രയും താത്തേണ്ട ആവശ്യമില്ല. ഈ ഭാഗത്ത് പക്ഷേ മണ്ണിന് വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും താത്തിയത്. ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു സ്ഥിതി കേട്ടോ. അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു വളവഴപ്പൻ പാമ്പ് കടിച്ച അത് തിരിച്ച് വെക്കാം. വളവഴപ്പൻ തന്നെ അത് വിഷമുള്ള കേട്ടോ. ഇവിടെ വിറക് മാറ്റിയപ്പോൾ ഇത് ഇത്രയും ചെറുതാണോ? അപ്പോൾ ഇതിൻ്റെ വലുത് ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ലേ? ആണോ? അവിടെ മണ്ണടിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കിട്ടിയ കേട്ടോ. രാജാമ്പാലൊന്നും അല്ലല്ലേ? ഒരു വളയൊക്കെ കാണും. വളവഴപ്പൻ. അയ്യോ എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. എടാ ഇങ്ങോട്ടെ വെളിച്ചത്തുനിന്ന് പിടിച്ചാൽ അതിൻ്റെ വരയെന്ന് കാണട്ടെ. വിളിച്ചാ ജസ്റ്റ് വിളിച്ചോ. അവിടെ പോയി കളയണേ. വളമുണ്ട് കേട്ടോ, ഒന്നാന്തരം വളവഴപ്പം. ഇത് വളവഴപ്പം തന്നെയാണത് ആണല്ലേ? വളയുണ്ടല്ലേ? വിഷമുള്ളതല്ലേ? പൊരിഞ്ഞ വിഷം പഠിച്ച നമ്മൾ. അതെ ഒരു 7 വയസ്സുള്ള ചെക്കൻ മരിച്ചല്ലേ? കൊടും വിഷമുള്ള പാമ്പാട്ടോ. ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും. മണ്ണെടുത്തപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് കിട്ടിയ കേട്ടോ. അത് പക്ഷേ ഈ വിറകൊക്കെ ഞങ്ങൾ മാറ്റുന്നുണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെ നിന്ന് ചെയ്യാനായിട്ടുള്ള സൗകര്യത്തിന്. മണ്ണ് കിണറ്റിലോട്ട് വീഴാതിരിക്കാനായിട്ട് അവിടെ ആസ്പെറ്റോസ് വെച്ചിരിക്കുന്ന കേട്ടോ. കാരണം അവിടെ നമ്മൾ പറയുന്ന കാര്യങ്ങളാണെങ്കിലും കൃത്യമായിട്ട് മനസ്സിലാക്കി, അല്ലെങ്കിൽ അവരുടെ ഒരു കോൺട്രിബ്യൂഷനും കൂടെ അവരിങ്ങോട്ട് പറഞ്ഞു തരുന്ന രീതിയിലുള്ള പണിക്കാർ തന്നെ കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ സമാധാനമുണ്ട്. എത്ര ഭംഗിയായിട്ട് ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു പണിക്കാരെ കിട്ടാനായിട്ടാണ് നമ്മൾ ഇത്രയും ദിവസം നോക്കി നിന്ന്. നമുക്ക് കുറേ അന്വേഷിച്ച അവസാനം നമുക്കങ്ങനെ വീണ്ടും പണിക്കാരെ കിട്ടിയിരിക്കുകയാണ്. ഇച്ചിരി പണിയൊക്കെ ഡിലേ ആയി പോയായിരുന്നു. അപ്പോൾ ഇവർ തന്നെയാണ് പറഞ്ഞത് നമുക്ക് അടിയിലത്തെ പണിയും കൂടെ ഈ കൂടെ തന്നെ ചെയ്യാൻ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞത് കേട്ടോ. ഏതായാലും നമ്മളത് ചെയ്യാനായിട്ടുള്ള ഒരു ഏർപ്പാടാണ്. ചേച്ചി ഇവിടെ ഉണ്ട്. ചുറ്റുമുള്ള മണ്ണ് നീക്കുക കേട്ടോ. കാരണം നമുക്ക് ഇവിടെ നിന്ന് പണിയാനായിട്ടൊരു സൗകര്യത്തിനായിട്ട്. അപ്പോൾ അത് പരമാവധി മണ്ണ് താഴേക്ക് പോകാതെയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും പറഞ്ഞിട്ട് കാര്യം ഇച്ചിരിയൊക്കെ പോവും. ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർ തന്നെ ഇത് വലിച്ച് കയറ്റണം. അതുകൊണ്ടാണ് ഒരു പരമാവധി വീഴാതെ തന്നെ നോക്കുന്നത്. പക്ഷെ എന്നാലും ഇങ്ങനത്തെ ഒരു ക്രൂഷ്യലായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് പോയിൻ്റിലാണ് നിൽക്കുന്നില്ല. അപ്പോൾ നമ്മളത് എടുക്കുമ്പോഴാണേലും കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ രമേശേട്ടൻ ഇവിടെ പൈപ്പൊക്കെ ഇടാൻ പോകും. രമേശേട്ടാ, എന്തായിരുന്നു പണി കെട്ടാൻ വേണ്ടി. ബാക്കി പണിയെല്ലാം കഴിഞ്ഞ് കെട്ടാൻ വേണ്ടി അതിന്റെ മണ്ണെടുത്തോണ്ടിരിക്കുക. അതെ. അല്ല പറമ്പിൽ എന്നായിരുന്നു പണി? പറമ്പിൽ ഞാൻ ഇത് വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പൊ പൈപ്പ് അങ്ങ് കുഴിയിൽ ആദ്യം ഇട്ട കുഴിയിലിട്ടുണ്ട്. അത് അതില് ഇന്നലെ വൈകിട്ട് രാത്രി അതിലേ അങ്ങ് പോയി അനീഷിന്റെ ഭാഗത്തേക്ക്. എല്ലാം പൈപ്പെല്ലാം വലിച്ചിട്ട് പൈപ്പ് കളഞ്ഞ്. ഇതെല്ലാം പൊട്ടിച്ചതെല്ലാം ഇതിപ്പോ ഞാൻ അത് നന്നാക്കി കൊണ്ടുവരുമല്ലേ. കിണറിന്റെ പണിയൊന്നും തീർന്നാലേ സമാധാനമാവുള്ളൂ അല്ലേ? അയ്യോ, അല്ലെങ്കിൽ ആകെ ബുദ്ധിമുട്ടാണ് ഇവിടെ. ദൈവം നന്ദി പറയാനല്ലാണ്ട് എനിക്ക് എന്നെ കൊണ്ട് വേറെ ഒന്നും കഴിയില്ല. തന്നെ നമുക്ക് ഈ ഒരാഴ്ച കൊണ്ട് തീർക്കണം കേട്ടോ. ഈ ആഴ്ച കൊണ്ടേ നമുക്കിങ്ങനെ പരിപാടി തീർത്ത് നമുക്ക് കിണർ കെട്ടി നിങ്ങൾക്ക് വെള്ളം എടുക്കാൻ പാകത്തിന് അടുത്ത ആഴ്ച മുതൽ വെള്ളം എടുക്കാൻ പാകത്തിന് ആക്കണം. ആയിക്കോട്ടെ കേട്ടോ. വളരെ ഉപകാരമായിരുന്നു. ആകെ ബുദ്ധിമുട്ടാണ്. ഈ ആഴ്ച കൊണ്ട് തീർന്നില്ലെങ്കിലും അടുത്ത ആഴ്ച ഒരു പകുതി കൊണ്ട് നമുക്ക് തീർക്കാം കേട്ടോ. ആയിക്കോട്ടെ. പിന്നെ തേപ്പ് പണിക്കാരെയൊക്കെ കണ്ടുപിടിച്ചോ? തേക്കാൻ ഇതാ ഇവളെ ഏച്ചിന്റെ മോനുണ്ട്, അവൻ തേച്ചോളൂ. തേച്ചോളൂ. അവരോട് പറഞ്ഞാൽ മതി. ഏതായാലും നമുക്ക് ഇതിന്റെ കെട്ടുപണി അങ്ങ് തീർക്കാം അതിൽ ആദ്യം. പിന്നെ ബാക്കിയുള്ള പണി ഞാനും പിന്നെ അത്യാവശ്യം തെപ്പിന്റെ ഇത് പണിക്കൊക്കെ പോകുന്ന ആളായിരുന്നു. കാലിന് സുഖമില്ലാത്തതുകൊണ്ട് മാത്രം ഇങ്ങനെ. ചേട്ടന് അധികം ചെയ്യണ്ട, കാലിന് ബുദ്ധിമുട്ടാക്കണ്ട, അതിന്റെ ഇറങ്ങിയൊക്കെ ചെയ്യണ്ടേ. പിന്നെ നമുക്ക് ഈ എന്താ പറയാ അടിയിലത്തെ പണി നാളെ നമുക്ക് ചെയ്യാം. മോട്ടറും ജനറേറ്ററൊക്കെ എടുത്തിട്ടെ. ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് വെള്ളം വറ്റിക്കാം. അപ്പം പരമാവധി നമുക്ക് 2 ദിവസമേ ഉള്ളൂ. അതിനുള്ളിൽ അടിയിലത്തെ പണി നമുക്ക് തീർക്കണം. അത് കഴിഞ്ഞിട്ട് അടിയിലത്തെ പണി ഒരു 2 വരി കല്ല് വെച്ചാൽ മതി. അത് മതി. അല്ല പക്ഷെ എന്നാലും ഇറങ്ങി ചെയ്യണമല്ലോ. പിന്നെ ആ ഇറക്കത്തിന് പരമാവധി ചെളി കോരാൻ പറ്റുവാണെങ്കിൽ കോരണം.
അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒന്ന് തേക്കി വിട്ടാൽ മതിയല്ലോ അവസാനത്തെ ദിവസം. എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഒന്ന് തേക്കിയാൽ മതിയല്ലോ. മതി. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, പരമാവധി നന്നാക്കി തന്നെ ചെയ്യാം. എന്താ ചെയ്യണ്ടേ? ഈ തേകൽ ആദ്യം ചെയ്യണോ രണ്ടാമത് ചെയ്യണോ? തേകുന്ന പരിപാടി എല്ലാ പണിയും കഴിഞ്ഞിട്ട് ചെയ്താൽ മതി അല്ലേ? ഇപ്പൊ ഞാൻ അവിടെ ഉറവയുണ്ട്, അതിൽ പൈപ്പ് ഇത് ഇട്ടുകൊണ്ട് പാടത്തിനുള്ള വെള്ളം ഇവിടെ കൊണ്ടുവരാം. തേകൽ ലാസ്റ്റ് ചെയ്താൽ മതി അല്ലേ? എല്ലാ പണിയും തീർന്നിട്ട് തേക്കാം. അപ്പോൾ നമുക്ക് 3 ദിവസം മൊത്തം മോട്ടറും ജനറേറ്ററും റെൻറ്റിന് എടുക്കേണ്ടി വരും. അത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിനകത്ത് നമുക്കതേ നടക്കുകയുള്ളൂ. കാരണം 2 ദിവസം, ആദ്യത്തെ ദിവസം നമ്മൾ വെള്ളം വറ്റിച്ച് അടിയിലത്തെ കെട്ടാൻ തുടങ്ങും. 1 ദിവസം കൊണ്ട് അത് തീരെയാണെന്ന് പറഞ്ഞാൽ, അപ്പോൾ 2ാമത്തെ ദിവസത്തേക്കും പിന്നെയും അതിൻ്റെ അകത്ത് ഉറവയാവും. വെള്ളം വറ്റിക്കണമെങ്കിൽ മോട്ടർ വേണം. അപ്പോൾ 2 ദിവസം നമുക്ക് എന്തായാലും മോട്ടറും ജനറേറ്ററും വേണം. അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ തിരിച്ചു കൊടുത്ത് പിന്നീട് കിണറിൻ്റെ മൊത്തം കെട്ടുപണി, മുകളിലത്തെ തേപ്പും പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം കിണർ തേകാൻ നേരത്ത് 2ാമത് ഒരു പ്രാവശ്യം കൂടെ ജനറേറ്ററും മോട്ടറും എടുക്കണം കേട്ടോ. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് വെള്ളം കൊണ്ടുവന്നല്ലേ? ഇതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടല്ലോ. ഇത് ഞാൻ ഇവിടെ എത്തിച്ചത്. മഴ എങ്ങനെയുണ്ട് ചേട്ടാ ഇപ്പം ഇങ്ങോട്ട്? മഴ 3 ദിവസം ഒരേ പെയ്ത്തായില്ലേ? ഭയങ്കര മഴ ആണല്ലേ? ഇടയ്ക്കൊന്ന് തുറന്ന് കിട്ടിയായിരുന്നല്ലേ? നമുക്ക് പണി തുടങ്ങാനും പറ്റിയില്ല. പണി തുടങ്ങുന്നത് തല്ലിതാ. ഇന്നലെ രാവിലെ ഇവിടെ വന്നിട്ട് ഫോറസ്റ്റുകാർ പടക്കം പൊടിച്ചിട്ട് പോയത്. ആന അതിൽ അങ്ങോട്ട് കയറ്റി വിട്ടു. ആണല്ലേ? രാവിലെ ആണോ? ഓഹോ. ഇന്നലെ രാവിലെ വന്നായിരുന്നല്ലേ? ഇന്നലെ രാവിലെ. എന്നിട്ട് അത് ഇന്നലെ രാത്രി വീടിൻ്റെ അതിൽ അവിടെ കാണാൻ പോയി ചെയ്ത് വെച്ചത്. ഇങ്ങനെ പോയതല്ലേ? സാരല്ല, നമുക്ക് എന്തായാലും പണി കേട്ടോ. ആയിക്കോട്ടെ. ഓക്കെ. ഈ മണ്ണ് ഇവിടെ തന്നെ ഇടുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് കെട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഫില്ല് ചെയ്യാനായിട്ട് ഈ മണ്ണ് തന്നെ ഉപയോഗിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് ദൂരേക്ക് മാറ്റാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെ ചെയ്തേക്കണമെന്ന് കൃത്യമായിട്ട് അറിയാനായിട്ട് ഇതുണ്ടോ, ഇതിൻ്റെ ഒരു കട്ടയുടെ ഗ്യാപ്പ് വിട്ടിട്ട് ഇവിടെ ആയിരിക്കും നമ്മൾ കെട്ടുക. ഇങ്ങനെ ഒരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ടാകും. കാരണം ഈ സിമെൻറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് പോകാതിരിക്കാൻ, നമ്മൾ തേക്കുന്നുണ്ട്, അത് ഉള്ളിലേക്ക് പോകാതിരിക്കാനായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് വെള്ളം കാണണമെങ്കിൽ അങ്ങോട്ട് ഇറങ്ങാൻ നടക്കൂല. ഓൾമോസ്റ്റ് ഒരു 5 കോടി വെള്ളമെങ്കിലും ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. നമുക്ക് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതെന്താ മുട്ടയാ? ഉറുമ്പിൻ്റെ മുട്ട അത്? അതെ, ചതൽപ്പുറ്റാ? അപ്പോൾ പാമ്പും കാണും പുറകെ. ഇങ്ങനത്തെ മണ്ണിടിക്കുമ്പോൾ സൂക്ഷിക്കണം. ഇവിടെ ഇട്ട് മറച്ചേക്കണം അവിടുത്തെ മണ്ണ്. മറ്റേ തോട്ടില് വെള്ളം, അതിനകത്ത് വെള്ളം വന്ന് ചാടിയിട്ട് അത് കുടിക്കാൻ കഴിയില്ല. തോട്ടിൽ കുത്തി കറങ്ങി മൊത്തം വെള്ളം അല്ലേ? മൊത്തം വെള്ളമായി. പൈപ്പെല്ലാം കൊണ്ടുപോയി. കുറെ ആന പൊട്ടിച്ച് ചാടി, കുറെ ഒഴുകിപ്പോയി. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്താലും കുഴപ്പമില്ല, വലിയ കാറ്റ് വരാതിരുന്നാൽ മതിയായിരുന്നു എന്നുള്ളത് മാത്രമേ നമുക്ക് പ്രാർത്ഥനയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ ഷീറ്റൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത്. വലിയ കാറ്റൊക്കെ കഴിഞ്ഞ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ ഈ ഷീറ്റൊക്കെ പറന്ന് പോവുകയും പൊട്ടിപ്പോവുകയൊക്കെ ചെയ്തിരുന്നു. ഇത്രയും പൈസ കൊടുത്ത് മേടിച്ചൊരു ഷീറ്റ് ഇങ്ങനെ പോകുക എന്നൊക്കെ പറയുമ്പോൾ മാത്രമല്ല, അത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ പണിയൊക്കെ കുളമാവും. അതുകൊണ്ട് 2 ദിവസം ഈ കാറ്റെങ്കിലും ഒന്നും ആശ്വാസം കിട്ടുകയാണെങ്കിൽ വളരെ സന്തോഷമായിരുന്നു. നമ്മുടെ പണിയൊന്ന് പൂർത്തിയാകുന്ന നേരം വരെ. ഇതുണ്ടോ, പെട്ടെന്ന് വെയിൽ വന്നു. ഇങ്ങനെയാണ് ഇവിടുത്തെ കാലാവസ്ഥ കേട്ടോ. ഇത്ര നേരം മഴയായിരുന്നു, പെട്ടെന്ന് വെയിലായി. കുറച്ച് കഴിയുമ്പോൾ കാറ്റാവും. കണ്ടോ, ഷീറ്റ് കിടന്ന് ആടുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ തടസ്സങ്ങൾ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഇതുവരെ പൂർണ്ണമായിട്ടും തടസ്സപ്പെടുത്തിയൊരു പണി ബുദ്ധിമുട്ട് വരുത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നടന്നു ഇത് പൂർത്തിയാവും എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്.
നമുക്ക് അവിടെ നോക്കിയാൽ കാണാം, അവിടെ ആനമതിലിൻ്റെ പണി നടക്കുന്നതാണ് കാണുന്നത്, JCB കാണുന്നത്. പലരും എന്നോട് ചോദിച്ചു അവിടെ എന്താ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നത് എന്നുള്ളത്. ഞാൻ പല പ്രാവശ്യം വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതിലെ ഇങ്ങനെ, അതായത് ഞാനിപ്പോൾ കാണിക്കുന്ന ഈ വഴി ഇങ്ങനെയാണ് ആനമതിൽ, ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഈ വഴിയെ ഇങ്ങനെയാണ് ആനമതിൽ പോകുന്നത് കേട്ടോ. ഇതിലിങ്ങനെയാണ് ആനമതിൽ, ഇവരുടെ ബോർഡറാണ്. കാരണം അതിൻ്റെ അപ്പുറത്തോട്ട് കാണുന്ന തിക്കായിട്ടുള്ള അതൊക്കെ ഫോറസ്റ്റാണ്. അപ്പോൾ ആന അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ട്, എന്നാൽ ആനമതിൽ ഇതുണ്ടോ, ആ ദൂരെ കാണുന്ന ആ മതിൽ കണ്ടോ, നിങ്ങൾക്ക് അവിടെ കാണാം, അതാണ് ആനമതിൽ. അതിങ്ങനെ അതിൻ്റെ ക്ലോസപ്പ് വീഡിയോ ഒക്കെ നമ്മൾ വേറെ ഒരു എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ പണിയൊക്കെ പൂർത്തിയാകുമ്പോൾ നമ്മൾ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കോൺക്രീറ്റിൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കാം. അതുള്ളതുകൊണ്ട് പകൽ അങ്ങനെ ആന വരികയല്ല, അതില്ലാത്ത ദിവസമാണെങ്കിൽ വരികയും ചെയ്യും. മൊത്തം ചെളിയാണ്. വയറെത്തോ അതുപോലെ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു വെള്ളം നമ്മൾ വറ്റിച്ച് കുറേ നേരം നമ്മൾ വറ്റിച്ചു. നമ്മൾ നോക്കുമ്പോൾ കുറേ നേരം വറ്റിച്ച് കഴിഞ്ഞപ്പോഴും വെള്ളം അങ്ങ് കുറയുന്നില്ല, പതുക്കെയാണ് കുറയുന്നത്. അത്രയും വെള്ളം പുറത്തേക്ക് പോയിട്ടും വെള്ളം കുറയുന്നില്ല. അപ്പോൾ മനസ്സിലായി എന്തോ ഒന്നെങ്കിൽ മോട്ടറിൻ്റെ കപ്പാസിറ്റി കുറവാണ് എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യം ചിന്തിച്ചത്. പക്ഷേ പിന്നീട് കുറേ സമയമെടുത്ത് ഒരു 1-2 റിങ് വെള്ളം അങ്ങ് താന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. സൈഡിലൂടെയൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ഷവറിലൊക്കെ വെള്ളം ചീറ്റി വരുന്ന പോലെ സൈഡിൽ കൂടെ ഉറവ വെള്ളം വരാനായിട്ട് തുടങ്ങി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇനി താത്തുന്നത് ബുദ്ധിയല്ല, കാരണം അത്രത്തോളം ഉറവയുണ്ട്. അപ്പോൾ നമ്മൾ താത്തുന്നതനുസരിച്ച് വെള്ളം പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കിണറിനെ തന്നെ ബാധിക്കുമെന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ ആ പരിപാടി അവിടെ സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു.
അതുകൊണ്ട് മാത്രമല്ല പിന്നെ പണിക്കാരൊക്കെ ഇറങ്ങി പണിയെടുക്കണ്ടല്ലോ, അതുകൊണ്ട് അധികം റിസ്ക് നമ്മൾ എടുക്കാനായിട്ടൊന്നുമില്ല. ആ പരിപാടി നമ്മൾ അവിടെ വെച്ച് തന്നെ ക്യാൻസൽ ചെയ്തു കേട്ടോ. വെയിലുമായില്ലേ? മണലൊക്കെ മണലിവിടെ കേട്ടോ ഇറക്കിയേക്കുന്നത്. തേപ്പിൻ്റെ മണലും അതുകൊണ്ട് കെട്ടിൻ്റെ മണലും, അങ്ങനെ രണ്ട് തരത്തിലാണ് കൊണ്ടുവന്നേക്കുന്നത്. നമ്മൾ ആദ്യത്തെ ഒരു റൗണ്ട് ഇതിന് ചുറ്റും കെട്ടാനായിട്ട് പോകണം. അതിന് ശേഷം അതിൻ്റെ അപ്പുറത്തെ കുറച്ചും കൂടെ മണ്ണെടുക്കാനുണ്ട്. ആ മണ്ണെടുത്ത് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ്. ഇപ്പോൾ ഏതായാലും ആദ്യത്തെ റൗണ്ട് കെട്ടാനുള്ള പരിപാടിയാണ്. നമ്മൾ മണലൊക്കെ കൊണ്ടുവന്ന കൂട്ടത്തിൽ ഒരു ചാക്ക് സിമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ സിമെൻറ്റ് വെച്ചിട്ട് നമ്മളിപ്പോൾ തുടങ്ങുകയാണ് കേട്ടോ. ബാക്കി സിമെൻറ്റ് പുറകെ വരുന്നുണ്ട്. കട്ടയൊക്കെ അങ്ങനെ മുറ്റത്ത് അടുക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുറച്ചും കൂടെ ഉണ്ട് അവിടെ. അത് നമ്മൾ വഴിയെ എടുക്കും. അതിൽ ആദ്യത്തെ ഒരു നിര കട്ട കെട്ടാനായിട്ട് പോവുകയാണ് കേട്ടോ. തുടക്കം സിമെൻറ്റ് മണലും ഇവിടെ ഇട്ട് കുഴയ്ക്കാനായിട്ടാണ് പോകുന്നത്. ബാക്കിയെല്ലാം മഴ പെയ്യുന്ന സ്ഥലമായതുകൊണ്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് പുള്ളി ഇവിടെ ഇട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നമ്മളിവിടെ ഇട്ട് തന്നെ ചെയ്യുക കേട്ടോ. രണ്ടും രണ്ട് തരം മണലാണ്. ഒന്ന് കെട്ടുമണലും ഒന്ന് തേപ്പ് മണലുമാണ് കേട്ടോ. ഇത് കെട്ടുമണലാണ്, ഇത് തേപ്പ് മണലാണ്. ഇച്ചിരി നൈസായിരിക്കും, നൈസ് പൊടിയായിരിക്കും. ഇച്ചിരി കട്ടിയുള്ളതായിരിക്കും, ഇതിച്ചിരി കട്ടിയുള്ളതായിരിക്കും. കൂടെ തന്നെ അവിടെ കല്ല് അങ്ങോട്ട് കയറ്റുന്നുണ്ടോ ആൾക്കാർ. സിമെന്റ് ഒരു തട്ട് വീട്
കൊട്ടക്കത്തോ ഇതാ ചട്ടി ഇതാ പഴയ പണിക്കാരൻ സടകുടിഞ്ഞണീറ്റു. രമേശേട്ടൻ പണ്ട് ഇതിൻ്റെ പണിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നു. കാലിന് വയ്യാതെ ആയി കഴിഞ്ഞപ്പോൾ ആ പുള്ളി പണി നിർത്തിയാട്ടോ. നോക്കുമ്പോൾ പുള്ളിക്കങ്ങ് കണ്ടിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. പുള്ളി അങ്ങ് തുടങ്ങി പുള്ളി ആ പണി അങ്ങ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അതാണ് സംഭവം. നമ്മൾ വറ്റിച്ച് തുടങ്ങിയ വെള്ളം വീണ്ടും വറ്റിച്ച് തുടങ്ങിയ വെള്ളം വീണ്ടും കയറി കേട്ടോ. പിന്നെ പൊങ്ങിയില്ലേ ചേട്ടാ? വെള്ളം പിന്നെ പൊങ്ങിയില്ലേ? ഇനി വേണ്ടാന്ന് വെച്ചത് നന്നായില്ലേ? അങ്ങനെ കിണറിൻ്റെ വക്ക് കെട്ടിൻ്റെ പണി ആരംഭിച്ചു കേട്ടോ. കിണറിൻ്റെ വക്ക് കെട്ടാനായിട്ട് തുടങ്ങി. ഇത് ആക്കാണ്ട് നിർത്തില്ലല്ലോ. അതെ അതെ, ഈ വട്ടം തന്നെ വേണ്ടേ? ഇവിടെ അതിൻ്റെ കെട്ടിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ നമ്മുടെ ബാക്കി സിമെൻറ്റ്, അടുത്ത ഘട്ടം സിമെൻറ്റ് വന്നിട്ടുണ്ട്. സിമെൻറ്റും കൂടെ ഇങ്ങോട്ട് കയറ്റി വെക്കണം കേട്ടോ. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സിമെൻറ്റ് പെരയ്ക്കകത്താട്ടോ വെക്കുന്നത്. നനഞ്ഞ് പോകുന്നുള്ള ഒരു ഇത് ഒഴിവാക്കാനായിട്ട് സിമെൻറ്റ് നേരെ പെരയ്ക്കകത്ത് കയറ്റിയാണ് വെക്കുന്നത് കേട്ടോ. നമ്മൾ വരും ദിവസങ്ങളിൽ തന്നെ അത് ഉപയോഗിച്ച് തീർക്കാനുള്ളതായതുകൊണ്ട് തന്നെ അങ്ങോട്ട് എടുക്കാമെന്ന് പറഞ്ഞു. ഇത് നെല്ലെടുത്തിട്ട കൊയ്യാലേ 6 മാസം കഴിഞ്ഞ് കണ്ടായി. ഇതിപ്പോൾ നമ്മളിവിടെ പണി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ ടാർപ്പ പെട്ടെന്ന് ഇതായിപ്പോയി കേട്ടോ. ടയർ പൊട്ടിപ്പോയി, വലിയ കാറ്റ് വന്നു. അപ്പോൾ ആ വെള്ളം നമ്മുടെ ഈ കിണറിൻ്റെ ഭാഗത്തേക്ക് വീഴാനായിട്ടൊക്കെ തുടങ്ങി.
അപ്പോൾ പെട്ടെന്ന് പണിക്കാർ അത് വലിച്ച് നിർത്താനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്ക് എപ്പോഴും ഓരോരോ തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്കറിയാമല്ലോ, ഇങ്ങനത്തെ ഒരു സ്ഥലവും കൂടെ ആയതുകൊണ്ട്, പ്രത്യേകിച്ച് മഴക്കാലം കൂടെ ആയിപ്പോയി, മഴ ഇതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ കേട്ടോ. അങ്ങനെ 2 നേരം കല്ലാട്ടോ ഇപ്പോൾ കെട്ടിയേക്കുന്നത്. ഇങ്ങനെ നമ്മൾ കെട്ടി ഈ ലെവലിൽ എത്തിച്ച് കഴിയുമ്പോൾ പിന്നെ മുകളിലേക്ക് ചുറ്റും വരും കേട്ടോ. അങ്ങനെയാണ് എൻ്റെ ഒരു പരിപാടി. ഈ ഭാഗത്ത് മണ്ണിന് ഇച്ചിരി കട്ടി കുറവായതുകൊണ്ട് നമ്മൾ ഇച്ചിരി മണ്ണ് താത്തിയതാണ്. നമ്മുടെ ഇന്നത്തെ കിണറിൻ്റെ പണി ഇന്നിപ്പം 3ാമത്തെ ദിവസമാണ്. ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിന്ന് രാവിലെ വെള്ളം വറ്റിക്കാൻ നോക്കി വെച്ചിട്ട് നിങ്ങൾ കണ്ടതാണ്. ആ വറ്റിച്ച വെള്ളമൊക്കെ അതുപോലെ തന്നെ തിരിച്ച് കയറി വന്നിട്ടുണ്ട്. നമ്മളത് ആ പരിപാടി നേരത്തെ ഉപേക്ഷിച്ചു. ഇപ്പോൾ ഇതാ കല്ല് ഇതിൻ്റെ ചുറ്റും കെട്ടുകയാണ് കേട്ടോ. ഇത്രയും ഭാഗത്ത് മണ്ണെടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെട്ടുകല്ലിൻ്റെ മണ്ണല്ല, സാധാ മണ്ണാണ്. ആ മണ്ണാണ് ഈ കിടക്കുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് ഇവിടെയൊക്കെ വെട്ടുകല്ലിൻ്റെ മണ്ണ്, അതുകൊണ്ട് അവിടുത്തെ മാത്രം മാറ്റിയിടാം. ആ വെട്ടുകല്ല് തുടങ്ങുന്നിടത്ത് വെച്ചിട്ട് നമ്മൾ ഒഴിവാക്കിയിട്ട് ബാക്കി ഇത്രയും ഭാഗം മാത്രം മണ്ണെടുത്തിട്ട് അവിടെ ഇപ്പം ഇങ്ങനെ 1 2 3 വരിയായി. ഇപ്പോൾ 4ാമത്തെ വരി കെട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. 4 വരി കെട്ടി കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആവും. പിന്നെ അതിൻ്റെ മുകളിലോട്ടാണ് ആൾമറ വരിക. ആൾമറ അങ്ങനെ മൊത്തം ഒരു 5 വരി, അതേപോലെ ഒരു 5 വരിയുടെ ഹൈറ്റിലെങ്കിലും വരണം, എങ്കിലാണ് നമുക്കത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അത് വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ പണിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് 3ാമത്തെ, ഇന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തതിൻ്റെ 3ാമത്തെ ദിവസത്തെ കാഴ്ച. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, കിണർ പണി ഇത്രയൊക്കെ ആയിട്ടുള്ളത്. ഇനി നമുക്കുള്ളത് അതിൻ്റെ വക്ക് കെട്ടുക, അതിനുശേഷം അതിൻ്റെ തേപ്പ്, പിന്നീട് ഈ കപ്പിയും കയറ് വിടാനായിട്ടുള്ള ഒരു സംവിധാനം, സൈഡിൽ 2 സൈഡിലും കോൺക്രീറ്റ് ചെയ്ത് ആ കപ്പിയും കയറ് വിടാനുള്ള കമ്പി അതിലിടുക, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ അതിനുശേഷം തേപ്പിൻ്റെ പറഞ്ഞല്ലോ. ഇനി അതിന് ശേഷം നമുക്കുള്ളത് ഈ കിണറിൻ്റെ മുകളിലുള്ള ഗ്രില്ല് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഇത്രയും പരിപാടികളാണ് നമുക്കുള്ളത്. അത് കഴിഞ്ഞാലേ ഈ പരിപാടി പൂർത്തിയാവുള്ളൂ. കിണറിൻ്റെ അടിയിലെ പരിപാടി നമ്മൾ വേണ്ടാന്ന് വെച്ചു. നിങ്ങൾ കണ്ടതാണല്ലോ, നമ്മൾ വെള്ളം വറ്റിച്ച് തുടങ്ങി. നമ്മൾ നല്ലൊരു സമയം പ്രവർത്തിപ്പിച്ചു. ഇത് അത്രയും വെള്ളം അടിച്ചിട്ട് നമുക്ക് ഈ റിങ് അങ്ങ് താഴുന്നില്ല. നമ്മൾ വിചാരിച്ചു ഇത് പെട്ടെന്ന് തീരുമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു റിങ് തീരാൻ തന്നെ നല്ലൊരു സമയം എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി വെള്ളം വലിയുന്നതനുസരിച്ച് തന്നെ പിന്നെയും വന്നുകൊണ്ടിരിക്കുക എന്നുള്ളത്. മഴക്കാലമാണ്, അത് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഇത് ഭയങ്കര ഫാസ്റ്റായിപ്പോയി. ഏതായാലും നമ്മൾ ആ പരിപാടി അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. ഏതായാലും അവരും പറഞ്ഞത് ഇങ്ങനത്തെയാണ്, കുഴപ്പമില്ല, അതങ്ങനെ തന്നെ ഇരുന്നാൽ മതി എന്നുള്ളത്. അപ്പോൾ നമ്മളിനി കിണറിൻ്റെ മൊത്തം കംപ്ലീറ്റ് പരിപാടിയും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒന്ന് കിണറും തേകിയും കൂടെ കൊടുക്കുക എന്നുള്ളൊരു പരിപാടിയാണ് കേട്ടോ. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാനുള്ളത്. അപ്പോൾ കിണർ പണിയുടെ ബാക്കി അപ്ഡേറ്റ്സൊക്കെ വരുന്ന വീഡിയോകളിൽ കാണുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.